നീ എൻ വെണ്ണില കാതിൻ തേൻമഴ എന്നിൽ പെയ്യും മഞ്ഞല നിലാപ്പൂക്കൾ ചോരുമാരാതിൻ മേടയിൽ താനെ പാടും വീണ നീ അനുരാഗം മൂടും ബാസുരി എന്നും നീ എൻ വെണ്ണില കാതിൻ തേൻമഴ എന്നിൽ പെയ്യും മഞ്ഞല. അപ്പുറത്തെ സൈഡിൽ വെക്കാം. രസാല അവരെ കാണാൻ. നീ എന്താ അളിയനും ചേച്ചി ഇത് രണ്ടും കണ്ടിട്ടില്ലേ? അതല്ലടാ, അവര് പ്രേമിക്കുന്ന കാണുമ്പോഴേ എനിക്ക് പോലും പ്രേമിക്കാൻ തോന്നി പോവാ. ആഹാ, നിനക്കപ്പോ പ്രേമിക്കാം, ഞാൻ പ്രേമിക്കാൻ പാടില്ലേ? ഞാൻ ഇപ്പൊ പ്രേമിക്കില്ലല്ലോ. അത് നിന്നെ മെറിലും തേച്ചിട്ട് പോയണ്ടല്ലേ. എന്തൊക്കെ പറഞ്ഞാലും അതൊക്കെ എന്റെ റോക്സ്. എത്ര നാളായി എന്റെ പുറകെ നടക്കുന്നു. ഇന്ന് വരെ വേറൊരു പെൺകുച്ചിന്റെ മുഖത്ത് പോലും പുള്ളി നോക്കി ഞാൻ കണ്ടിട്ടില്ല. എത്ര നോ പറഞ്ഞിട്ട് എന്ത് കാര്യം? വീണ്ടും വരും അടുത്ത നോ കേൾക്കാൻ വേണ്ടിയിട്ട്. ഇംഗ്ലീഷ് അറിയത്തില്ലെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും. കേശു, ഇതൊക്കെയാണ് ഈ ട്രൂ ലവിന്റെ സിമ്പിൾ എന്ന് പറയുന്നത് കേട്ടാ. കാണുന്നുണ്ടോ? കണ്ടോണ്ടിരിക്കന്നെ. എന്താണ് രണ്ടുപേരും കൂടെ പരിപാടി? ഇങ്ങനെ ഉണ്ടായിരുന്നു ആനേച്ചയുടെ വീട്ടിലോട്ടുള്ള വിസിറ്റ്. എന്റെ മോളെ ഒന്നും പറയണ്ട. ഒരു 10 മിനിറ്റ് കൂടെ ഞങ്ങൾ അവിടെ നിൽക്കുവാരെങ്കിലും ഉണ്ടല്ലോ, ഞങ്ങൾ ഡിവോഴ്സ് എന്നോട് പ്രാങ്ക് ചെയ്യാൻ കൊണ്ടുപോയതാ. പ്രാങ്ക് ചെയ്തല്ല, അവിടെ ചെന്നപ്പോ അത് പ്രാങ്ക് ആയി പോയതാ. എന്തായാലും ഫണ്ണായിരുന്നു കേട്ടാ. ഞാൻ ദിവസം ആനിയുടെ ആനിയുടെ ഫാമിലി അടുത്ത് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരുടെ വക്കീൽ ഓഫീസ് ആർക്കായിരുന്നു? ക്ലാരി ചേച്ചിക്കാ. അതൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. എനിക്ക് ഒരു ചായ കുടിക്കാൻ തോന്നുന്നു. ചായ കുടിക്കാൻ തോന്നുന്നു. ഞാനും ആലോചിച്ചു. ഞാൻ ചെയ്യട്ടെ. നിങ്ങളുടെ ഒരു പ്രണയം കണ്ടിട്ടേ എനിക്ക് പോലും പ്രണയിക്കാൻ തോന്നുന്നേ. പ്രണയോ? എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് കിട്ടിയില്ല. ഇപ്പൊ കണക്ട് ആയി ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. വേണ്ടാ, നിനക്കെന്താടാ? നിനക്ക് പ്രേമിക്കാൻ എനിക്ക് പ്രേമിക്കാൻ പാടില്ല പറയുന്നത് എവിടത്തെ നിയമമാണ്? കേശു, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ വളർന്ന് പ്രായപൂർത്തിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. നീ ഒരുമാതിരി അമ്മാവൻ വൈബോന്റെ അടുത്ത് വന്നാണ്ടല്ലോ, ഞാൻ തലക്കിട്ട് അടിച്ചോളാം. ഞാൻ പ്രായപൂർത്തിയായ പെൺകുട്ടി കുറച്ച് അടങ്ങ്. സമയമാകുമ്പോഴേ പയ്യൻ നിന്റെ മുമ്പിൽ വന്ന് നിന്നോളും. ആഗ്രഹം കണ്ട ചേച്ചി, പ്രണയിക്കാനുള്ള അഗാധമായ ആഗ്രഹം കൊണ്ട്. അത്ര ആഗ്രഹം വേണ്ട. നീ എന്താടാ എന്നെ കെട്ടിയിടാൻ പോണാ? യു പേട്രിയാർക്കൽ സൊസൈറ്റി സപ്പോർട്ടിംഗ് മെയിൽ ഷോവനിസ്റ്റ്. ഇവനെ കെട്ടിടാനുള്ള കയറായിട്ട് ആ മീനൂട്ടി കിടന്ന് കറങ്ങുന്നുണ്ട്. മീനൂട്ടി എന്തിനാ കെട്ടി ഇടുന്നു? അളിയാ, കൊറേ നാളായല്ലോ നമ്മുടെ മീനൂട്ടിയെ കണ്ടിട്ട്. എവിടാണ് മീനൂട്ടി? ഊട്ടി പോയി. എല്ലാ ഡീറ്റെയിൽസും അറിയാമല്ലോ, ക്ലോസ് ഫ്രണ്ട് തന്നെ. പിന്നല്ലാതെ തന്നെ. ചായ. അയ്യോ, ചാടകാരി ഞാൻ അങ്ങ് മറന്നുപോയി. മധുരം കൂട്ടി വേണോ കുറച്ച് വേണോ? നിന്റെ ഇഷ്ടം. എങ്ങനെ സാധിക്കുന്നു ഇതേപോലെ പ്രണയിക്കാൻ? അതിനൊക്കെ ഒരു ഭാഗ്യം വേണം മോളെ. പ്രേമിക്കുമ്പോൾ നമ്മുടെ ചേച്ചിയുടെ ഒരു ഭാഗ്യം. എന്തൊക്കെ പറഞ്ഞാലും അളിയൊരു റൊമാൻറ്റിക് അളിയൻ തന്നെ. പറയണോ? പിന്നെ പറ ഇങ്ങോട്ട്. അല്ലെങ്കിൽ വേണ്ട. എന്തോന്നാണ് അമ്മായി, നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ? പറയല്ലേ ശിവ. ഞാൻ കോളേജിൽ പഠിച്ചിരുന്നപ്പോഴേ എത്ര പയ്യന്മാരെന്നറിയോ എന്റെ പുറകെ നടന്നിട്ടുള്ള. അതിപ്പോ എന്റെ കാര്യം പറഞ്ഞാലും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ്. കോളേജിൽ എന്തുമാത്രം പയ്യന്മാരെന്റെ പുറകെ നടക്കുന്നറിയോ? അതൊക്കെ പോട്ടമ്മായി, അമ്മായി ഒരു കാര്യം അറിയണം. ഒരു ചെക്കൻ, അവന്റെ മുഖം ഇടനെഞ്ചിൽ ടാറ്റു അടിച്ചിരിക്കണ്. എന്നിട്ട് ഇപ്പുറത്ത് എഴുതിയേക്കുക, എൻ ആസൈ കൊത്ത മല്ലിയെന്ന്. ആസൈ കൊത്ത മല്ലിയെന്ന്?
അയ്യേ എന്റെ ശിവ, ഇത് ട്രൂ ലവ് ഒന്നും അല്ല. ട്രൂ ലവ് എന്ന് വെച്ചാ ഒരു 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 കണക്ഷൻ, അത് തോന്നണം. കണക്ഷൻ. ഈ കണക്ഷൻ എന്ന് പറയുമ്പോ നമ്മുടെ ചേച്ചിയും അളിയനുള്ള ഒരു കണക്ഷൻ, അത് അവരുടെ ബോണ്ട്. എന്റെ അമ്മായി ഒന്നും പറയാനില്ല. എങ്ങനെ സാധിക്കണം അവരെ കൊണ്ട് ഇങ്ങനെ പ്രണയിക്കാൻ? എങ്ങനെ 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 എന്തോന്നത്? കൊറേ നേരം ആയില്ലേ തുടങ്ങിട്ട്, നിനക്കിത് എങ്ങനെ സാധിക്കണ്? എടേ വന്ന് എനിക്ക് എന്റെ സ്വന്തം വീട്ടിൽ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലേ കേശോ? സംസാരി ശിവ, ഞാൻ അതല്ല ആലോചിക്കണേ. ഞാൻ വിചാരിച്ചില്ല ഇത്രയും റൊമാൻറ്റിക് ആണെന്ന്. സുധുളെ മാത്രമല്ല, ഇവിടെ റൊമാൻറ്റിക് ആയിട്ടുള്ള വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. ആര്? ഞാൻ തന്നെ. കേശു, നീ റൊമാൻറ്റിക് അല്ല, നീ വെറും ഒരു കോഴിയാണ്. അതെ, അതിന്റെ പുറകെ നടക്കാൻ കുറെ പെടക്കോഴികൾ. എക്സാക്ട്ലി. അതെ 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 അതെ. ഈ നന്നായിട്ട് സ്നേഹിക്കാൻ അറിയാവുന്നവരെ ഇപ്പോഴത്തെ സമൂഹം വിളിക്കുന്ന പേരാണ് കോഴി. ഓ ഓ ഓ, എന്തായാലും എല്ലാവർക്കും ഒരു റൈറ്റ് പേഴ്സൺ വരും അല്ലേ? എനിക്കെപ്പോഴാണോ അങ്ങനത്തെ ഒരാളെ കിട്ടുന്നത്? നമുക്ക് ഓൺലൈനിൽ ഓർഡർ ചെയ്യാം. നല്ല ചെക്കനെ തന്നെ ഓർഡർ ചെയ്യണം. എന്താണ് ഇവിടെ ഒരു ചർച്ച? അമ്മുമ്മേ, പ്രേമത്തിനെ പറ്റിയ ചർച്ച. നിങ്ങൾക്ക് ഈ വീട്ടിൽ വേറെ ഒന്നും സംസാരിക്കാനില്ലയോ? അമ്മൂമ്മ പ്രേമം അടിപൊളിയല്ലേ? അയ്യോ, മോളിപ്പോ പഠിക്കുമല്ലയോ? അത് കൃത്യമായിട്ട് അങ്ങ് ചെയ്താൽ മതി കേട്ടോ. ഞാനും അതങ്ങോട്ട് പറയായിരുന്നു അമ്മൂമ്മ. ഓ, ഒരു സദ്ഗുണൻ. നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. എന്റെ എന്തോന്ന് കാര്യമൊന്ന് ഒക്കെ ഞാൻ അറിയുന്നുണ്ട്. അമ്മ, പ്രേമിക്കേണ്ട സമയത്ത് പ്രേമിക്കണം, അല്ലെങ്കിൽ പിന്നെ കുറ്റബോധം തോന്നുന്നേ. അത് കറക്റ്റ്. இந்த காதல் வந்து ரொம்ப புனிதமானது. ഇതേപോലെ പുനിതമാനൊരു കാതലാണ് നമ്മുടെ ചേച്ചിയുടെ അളിയന്റെ. അവരുടെ ചില സമയത്ത് പ്രണയം കണ്ട നമുക്ക് തന്നെ പ്രേമിക്കാൻ തോന്നും. கரெக்ட் பாரு, எனக்கும் அப்படிதான். அவங்க லவ் பார்த்தனா ஒரு ஜெலஸா இருக்கும். എനിക്കും ചില സമയം തോന്നാറുണ്ട് ആന്റി. പാറുവേ, എന്തൊക്കെയായി പറയുന്നേ? അപ്പുറത്ത് പോയേ, പോ അപ്പുറത്ത്. എന്താടാ? സത്യമായിട്ട് ഞാൻ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലേ? ഒന്നും പറഞ്ഞു കൊടുക്കണ്ട. ഇവിടെ കണ്ടുപിടിക്കാൻ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. മൈ ഷുട്ടുമണി, why are you so angry? എന്താന്ന്? എന്ത് ഇത്ര കലിപ്പിലെന്ന്? എന്ത് എന്നെ ഷുട്ടുമണി പ്രണയിച്ചിട്ടില്ലേ? എവളിന്ന് മേടിച്ചു കൂട്ടി. ഇല്ല. വൈ അപ്പൊ റൊമാൻറ്റിക് ആയിരുന്നില്ലേ? നിങ്ങൾക്ക് ഇവിടെ വേറെ ജോലിയൊന്നും ഇല്ലയോ? ഇല്ലമ്മാ, എല്ലാ വേലയും മുടിഞ്ഞതമ്മാ. ആ, ചുമ്മാതല്ല. അതുകൊണ്ടാ പ്രേമത്തെ പറ്റി ഇവിടെ പറഞ്ഞോണ്ടിരിക്കുന്നത്. എന്റെ അമ്മൂമ്മ, എന്താണ് പ്രേമത്തിന് കുഴപ്പം? പ്രേമത്തിന് കുഴപ്പമൊന്നുമില്ല. അത് ഇവിടെ ഇരുന്ന് പറയുന്നതാ കുഴപ്പം. അത് ഇവിടെ നിന്ന് പറയുന്നതിൽ എന്താണ് കുഴപ്പം? അതെ, ഞാൻ ഒന്നും പറയുന്നില്ല. ഞാൻ എന്റെ പാട്ടിന് പോവാ. അടങ്ങുള്ളോടെ നീ. റൊമാൻറ്റിക് വരുന്നടാ. അമ്മായി, കണ്ടിന്യൂ. ബാക്കി ഗൗരി, എണീറ്റ് പോന്നുണ്ടാ? ശിവ, പ്രേമിച്ചാലേ ദുഃഖിക്കേണ്ടി വരും. എവിടാ ഇത്? ഇങ്ങോട്ട് പോരാ, ഞാൻ പുറത്തുണ്ട്. ഇവിടെ ഇവിടെ ഇങ്ങോട്ട് നോക്ക്, മാവിന്റെ അവിടെ. വരുന്നു. ഫോൺ ശരിയാക്കി പറഞ്ഞാ പോരായിരുന്നോ? ഞാൻ ഷോപ്പിൽ വന്ന് വാങ്ങിയല്ലോ. ഇതിന് ഇങ്ങോട്ട് പോന്നേ? അല്ല, ശിവാനി ഫോണില്ലാതെ ബോറടിച്ചിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്ന് തരാന്ന് ഞാൻ വിചാരിച്ചു. തെറ്റായി പോയോ? എനിക്കിവിടെ ബോറടി ഒന്നുമില്ല. ഈ വീട്ടിൽ വേറെ ഒത്തിരി ഫോൺ ഉണ്ട്. ഫോർ എക്സാമ്പിൾ കനകാരിയുടെ ഫോൺ. ഇതൊക്കെ യൂസ് ചെയ്തോളാം. ശരി, ആയിക്കോട്ടെ. എന്തായി, ലൈനൊക്കെ പോയാ? എന്റെ ലൈനോ? എന്റെ ലൈൻ അങ്ങനെ ഇങ്ങനെ പോവില്ല. ട്രൂ ലവ് ആണ്. എടോ, അതല്ല, പിന്നെ ഫോണിലത്തെ ലൈൻ ഡിസ്പ്ലേ. ഓ, മറ്റേ ഡിസ്പ്ലേ വീണ ലൈൻ. അതൊക്കെ ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ട്, സെറ്റ് ആക്കി. നിങ്ങട്ട് പിന്നെ ശിവാനി, ഈ ഫോണൊക്കെ മാറേണ്ട കാലഘട്ടമേ കഴിഞ്ഞു. അതുകൊണ്ട് എളുപ്പം മാറ്റാൻ നോക്ക് കേട്ടാ. ആലോചിക്കാം. തൽക്കാലം ഇപ്പൊ ബഡ്ജറ്റ് ഇല്ല. ബഡ്ജറ്റ് എന്തിന്? എന്റെ കടയിൽ ഇഷ്ടംമാതിരി ഫോൺ ഇരിക്കില്ല, ഞാൻ അടുത്ത് വീശൂലേ. അങ്ങനെ ഇപ്പൊ വീശുണ്ടോ? ബഡ്ജറ്റ് ആവുമ്പോ ഞങ്ങൾ കടയിലോട്ട് വന്നോളാം. അപ്പൊ തന്നാ മതി. ശരി, ആയിക്കോട്ടെ, പറഞ്ഞാ മതി, അയച്ചേക്കാം.
അല്ല ഇതിപ്പോ റിപ്പയർ ചെയ്തതിന്റെ കാശ് എത്രയാ? എന്നോട് റിപ്പയറിന്റെ പൈസ വയ്ക്കണം അല്ലേ? മോശമായി പോയി ശിവാനി, മോശമായി പോയി. പൈസ ഒന്നും വേണ്ട, ഇരിക്കട്ടെ. എന്ത് കട സോഷ്യൽ സർവീസിന് വേണ്ടി തുറന്നു വെച്ചേക്കുവാണ്? അല്ല, അങ്ങനെയൊന്നുമില്ല. ഇത് എന്റെ പ്രിയപ്പെട്ട ശിവാനിക്ക് വേണ്ടി മാത്രം. എങ്ങനെ? ശിവാനിക്ക് വേണ്ടി മാത്രം. തൽക്കാലം അത്രയും വിശാല മനസ്കതൊന്നും വേണ്ട കേട്ടാ. എന്ത് ചെയ്യാനാ, എന്റെ മനസ്സ് അത്രയും വിശാല മനസ്സായിപ്പോയി. ഒന്നും ചെയ്യാനില്ല. എന്തായാലും എനിക്ക് ബില്ല് അയച്ചിട്ടേ, ഞാൻ ഓൺലൈനിൽ ട്രാൻസ്ഫർ ചെയ്യാം. എന്തെങ്കിലും ആയിക്കോട്ടെ. കുട്ടി പാട്ടുകാരെ തേടി ടോപ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. എന്റെ അമ്മ ഏതാ അമ്മൂമ്മതാ പറഞ്ഞു. ഹലോ അമ്മൂമ്മ, നമസ്കാരം. നീ എന്താ ഇവിടെ? അത് അമ്മമ്മേ, ശിവാനിയുടെ ഫോണ് കംപ്ലൈന്റ് ആയിട്ട് കടയിൽ കൊടുത്തു വിട്ട്. അമ്മമ്മ, അത് എന്റെ ഫോണിൽ മറ്റേ വര വീടുന്നുണ്ടായിരുന്നല്ലോ, അപ്പം അത് ഞാൻ നന്നാക്കാൻ വേണ്ടിട്ട് റോക്സിന്റെ കടയിൽ കൊടുത്തിട്ടുണ്ടായി. അപ്പൊ നന്നാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും കൊണ്ടുതരാൻ വേണ്ടി വന്നതാണ്. അതെ അതെ അതെ. ഓരോ കാരണങ്ങൾ എപ്പോഴും ഉണ്ടാവുമല്ലോ. അയ്യോ, ഇത് ഉടായിപ്പൊന്നല്ല, ഇത് ഒറിജിനൽ ആയിട്ടുള്ള കാരണ. ഫോൺ കിട്ടിയല്ലോ. വേറെന്തെങ്കിലും ഉണ്ടോ? നിനക്ക് പൈസ കിട്ടിയായിരുന്നോ? പൈസ ഞാൻ വാങ്ങാറില്ലല്ലോ അമ്മമ്മേ. അതെന്താ? അത് പിന്നെ നമ്മുടെ ഇരിപ്പോഷം അങ്ങനെയാണല്ലോ. എങ്ങനെ എന്ന് വെച്ചാ പൈസ ഇപ്പൊ അമ്മൂമ്മേരെ ഫോൺ കേടാലും ഞാൻ ഫ്രീ ആയിട്ട് ശരിയാക്കി തരും. അതാണ് എന്റെ ഇരിപ്പോഷം. എന്നാ പിന്നെ പോകാൻ നോക്ക്. പൈസ ഇട്ട് കൊടുത്തേക്കണം. പൈസ എന്നാ പിന്നെ പോയാട്ടെ. ശരി. എന്തോ നോക്കിക്കൊണ്ടിരിക്കുവോ? യാത്രയൊക്കെ നിക്കുവന്നോ? പോയാ അങ്ങോട്ട്. പോന്നു. വളർന്നു വരും തോറും പിള്ളേര് വഷളായി വരുവാ. എങ്ങനാ? ഇവിടെ 2 പ്രേമരോഗികളുണ്ടല്ലോ. അത് കണ്ടല്ലേ നിങ്ങൾ പഠിക്കുന്നേ. ഇനി ഞാൻ ശരിയാക്കി കൊടുക്കാം. 2 ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. എന്നമ്മാ നീ എന്നാ ലച്ചു? എന്തോ അമ്മ? നീ എന്നാ ലച്ചു? നീ എന്നാ ലച്ചു? വന്ന് എന്താ എന്താ ഇതോ നോക്കിക്കൊണ്ടിരിക്കുവാ. അല്ല എന്താ എന്താ കാര്യം? ലച്ചുവോട് പറയാനുള്ള കാര്യ. നിന്നോടല്ലേ പറയാനുള്ള കാര്യം? പോടാ അപ്പുറത്ത്. പോകേശു. പോയേട്ടാ. ഗൗരി, അപ്പുറത്ത് പോ. ഞാൻ പോകേണ്ട കാര്യമില്ലായിരിക്കും. ഞാൻ പോകേണ്ട കാര്യമില്ലായിരിക്കും. പോ അപ്പുറത്ത്. പോ അപ്പുറത്ത്. ചേട്ടാ പോ ആദ്യം. പോ അപ്പുറത്ത്. ഞാൻ വന്നില്ലല്ലോ. പാടി. ഞാനല്ലേ ഇവിടെ നിക്കണേ. എന്താ ജവാ? എന്താ എന്തുവാ? ഉമ്മാടന്ന് വെള്ളം ഉണ്ടാക്കി ആളെ പേടിപ്പിച്ച ഞാള് വരൂല്ലേ? കറക്റ്റ് ഇതേപോലെ നിൽക്കുന്നൊരു ശല്യം ഉണ്ടായിരുന്നല്ലേ ഇങ്ങനെ പാരീസിൽ അങ്ങോട്ട്? എന്താ? ഒരു കൊച്ചുമോളോട് അമ്മൂമ്മ എന്ന നിലയ്ക്ക് ഇങ്ങനെയൊക്കെ പറയുന്നതിൽ വിഷമമുണ്ട്. ടെൻഷൻ അടിപ്പിക്കാത്ത കാര്യം പറ. ഞാനും സ്നേഹിച്ചിട്ടുണ്ട്. എൻ്റെ മനസ്സിലും സ്നേഹമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ വളച്ചുകെട്ടില്ലാതെ കാര്യം അങ്ങ് പറയാം. എന്താ പ്രശ്നം? നീയും സിദ്ധുവും കൂടി ഇനി ഇവിടെ പ്രേമിക്കരുത്. നീയും സിദ്ധുവും കൂടെ ഇനി ഇവിടെ പ്രേമിക്കരുതെന്ന്. എന്താ? നിങ്ങൾ രണ്ടുപേരുടെ പ്രേമിക്കുന്നുണ്ടോ ഇവിടുത്തെ പിള്ളേര് വഷളാവുന്നത്? എങ്ങനെ? നിങ്ങൾ രണ്ടുകൂടെ ഇവിടെ പ്രേമിക്കുന്നത് കണ്ടാണെന്ന് ഇവിടുത്തെ പിള്ളേര് വഷളാവുന്നത്. അതാ ചോദിച്ച എങ്ങനെയെന്ന്. അത് ചോദ്യം പറച്ചിലൊന്നും ഇങ്ങോട്ട് വേണ്ട. ഇനി നിങ്ങൾക്ക് പ്രേമിക്കണമെങ്കിൽ നിങ്ങൾ ദൂരെ എവിടെയെങ്കിലും പോയി പ്രേമിക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുറിക്കകത്ത് കയറിയെന്ന് പ്രേമിക്കുക. ഇനി ഈ വീട്ടിലോ ഈ വീടിൻ്റെ പരിസരത്തോ മരം ചുറ്റി പ്രേമിക്കുന്നത് ഞാൻ കണ്ട എൻ്റെ സ്വഭാവം മാറും. സോറി ഇങ്ങനെയൊക്കെ പറയേണ്ടി വന്നതിൽ. കിട്ടിയിട്ടില്ലല്ലോ. അമ്മൂമ്മ എന്താ പറഞ്ഞേ? അമ്മ എന്താ പറഞ്ഞു? ഫോണിന്റെ കാര്യം എന്തെങ്കിലും ഒന്നും പറഞ്ഞില്ല. എന്തോ പറഞ്ഞല്ലോ.
എന്തായിരിക്കും എന്തോ. Lettuce. എന്താ എന്താ ഒന്നുമില്ല. അയച്ചടാ എന്ത് 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 ഒളിപ്പിച്ചിരിച്ചേണേ? ഒളിപ്പിച്ച് വെച്ചൊന്നും അല്ലടാ, ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് വാങ്ങി വന്നു പുറത്തു പോയപ്പോഴേ. ആർക്കാ? Lettuce. ലച്ചേച്ചേ, അളിയൻ ചേച്ചിക്ക് വേണ്ടി എന്ത് കൊണ്ടുവന്നേക്കണേ നോക്ക്. ആ ഹായ് റോസ്. ഒന്നുമില്ല, ഞാൻ ഒന്ന് പുറത്തു പോയപ്പോഴേ ലെറ്റൂസിന് വേണ്ടി വാങ്ങിയതാ. ലിയോ ഗുഡ്. അങ്ങനല്ല, എടാ റൊമാൻറ്റിക് ആയിട്ട് ഒരു മുട്ടൊക്കെ കുത്തി നിന്ന്. അതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ ചേച്ചി? ആവശ്യമുണ്ട്. ശരിക്കും നിങ്ങൾക്കൊക്കെ നിർബന്ധമാണെങ്കിൽ ഓക്കെ. ലവ് യു. ലവ് യു ടു. അയ്യേ റോസാ? എനിക്കൊന്നും വേണ്ട റോസ്. അല്ല നീല ഇതിപ്പോ മേടിക്കാൻ വരെ വന്നേ? അത് ഞാൻ മേടിച്ച അപ്പുറത്തെ പറമ്പിലേക്ക് കളയാൻ വേണ്ടി മേടിക്കാൻ വന്നതാ. എന്തോ ലച്ചു, എന്ത്? എനിക്കിതൊന്നും ഇഷ്ടമൊന്നുമല്ല. ചേച്ചി വാട്ട് ഇസ് ദിസ് ബിഹേവിയർ? അളി ഇത്രയും റൊമാൻറ്റിക് ആയിട്ടൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും ചേച്ചി എന്താണെങ്കിൽ ഇഗ്നോർ ആക്കി വിടുന്നത്? അതെ, ഇന്ന് എന്റെ ബർത്ത്ഡേ ആണോ? അല്ലല്ലോ. അല്ല. ഇന്ന് വാലന്റൈൻസ് ഡേ ആണോ? അല്ല. എന്താ സ്പെഷ്യൽ ഡേ ആണോ? ആണോ? അല്ല. പിന്നെന്തിനാ ഈ റോസും ഈ ചീര പൂവൊക്കെ? എനിക്കൊന്നും വേണ്ട. ലച്ചൂസേ, ഇതുപോലെ കുറച്ച് ഫ്ലവേഴ്സ് ഗിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഇന്ന ദിവസം ആവണമെന്നൊക്കെ ഉണ്ടോ? നമ്മളൊരു സന്തോഷത്തിനല്ലേ ഇതൊക്കെ കൊടുക്കുന്നേ. ഞാൻ പറഞ്ഞു ഈ ഫ്ലവേഴ്സ് മേടിച്ചോണ്ട് വരാൻ. ഇല്ലല്ലോ, എനിക്ക് വലിയ സന്തോഷം തോന്നണമൊന്നുമില്ല. ഒരു കാര്യം ചെയ്യും, ആ റൂമിൽ അങ്ങനെ കൊണ്ടുവെക്ക്, ഞാൻ എടുത്തോളാം. ശരി. നിങ്ങളെന്താ ഇങ്ങനെ? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ജഗട ജഗട പ്രശ്നങ്ങളാ? എന്റെ അറിവിലൊന്നും ഇല്ല. ഇല്ല. എന്താ മക്കളെ? സിദ്ധു എവിടെയാ? റൂമിലാ? അതെ, ആരും കാണാതെ നൈസായിട്ട് അടുക്കള വഴി അല്ലെങ്കിൽ ഏതെങ്കിലും വഴി ആ മറ്റേ കറിവേപ്പില്ലേ പുറകിൽ നിൽക്കുന്നേ, ആ മാവിൻ്റെ ഒക്കെ അവിടെ, ആ കറിവേപ്പിന് അങ്ങോട്ട് വരുമോ? ആ അതെ, വരുമ്പോൾ ആ റോസും കൂടെ ഒന്ന് എടുക്കൂ. എനിക്ക് ആ റോസ് വേണം. അത് ഞാൻ നേരത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ വേണ്ടെന്നൊക്കെ പറഞ്ഞു പോയതാ. എനിക്കത് വേണം. ഓക്കെ, വരണേ. ഞാൻ ആ കറിവേപ്പിനെ അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. ശരി, ഓക്കെ. അതെ, നേരത്തെ ഞാനൊരു പ്രത്യേക സാഹചര്യത്തിലായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് പൂ മേടിക്കാൻ പറ്റാനെ. ഇപ്പൊ എനിക്ക് ആ പൂന്ന് വരൂ. അല്ല, എന്തായിരുന്നു ആ സാഹചര്യം? അത് ഞാൻ പിന്നെ പറയാം. ആദ്യം ആ റോസ് ഒന്ന് വരൂ. ഇങ്ങനെയല്ല, നേരത്തെ അകത്ത് വെച്ച് മുട്ട് കുത്തി തന്നില്ലേ, അങ്ങനെ. അങ്ങനെയാ? ശരിക്കും നേരത്തെ കുറച്ചും കൂടെ ഫീൽ ചെയ്ത് പറയണമെന്ന് വിചാരിച്ചാ, പക്ഷെ എല്ലാരും കൂടെ ഒന്നും ഇപ്പൊ പറ്റിയില്ല. ഓക്കെ. I love you. സിദ്ധു, I love you too.
അയ്യേ അഴുക്കപ്പൂ ഞാൻ പലതവണ പറഞ്ഞിട്ട് ഈ റോസ് കൊണ്ട് എന്റെ പുറകെ വരരുതെന്ന്. എനിക്കൊന്നും വേണ്ട ഈ റോസ്. ചുമ്മാ ഒരുപാട് തോന്നിയാസം കാണിക്കരുത് കേട്ടോ. എനിക്കൊന്നും വേണ്ട, എടുത്തോണ്ട് പോ. പിന്നെ നീ വിളിച്ചിട്ടല്ലേ ഇങ്ങോട്ട് വന്നേ? നീ ഫോണിൽ വിളിച്ചില്ലേ തന്നെ? എനിക്കിപ്പോ എന്തായാലും റോസ് ഒന്നും വേണം. ഇത് പോയി പോയി സിധുവിനെ പണി നോക്ക് ചെല്ലി. എന്താണ് നിന്റെ പ്രശ്നം? പോ, അല്ലെങ്കിൽ വേണ്ട, ഞാൻ പൊക്കോളാം. എന്താ മോനെ? ഒന്നുമില്ല അമ്മ. ചേച്ചി അളിയനെ വിളിച്ചു വരുത്തി തേച്ചെന്ന് പറയാൻ കേട്ടു. ലച്ചു, രണ്ടാമത് സിദ്ധു പോകണ്ടെന്നിട്ട് നീ എന്ത് മേടിക്കാത്ത? ഒന്നുമില്ല ചേച്ചി, കാര്യം വെച്ച് പറഞ്ഞേ. ഒന്നുമില്ല. ഇത്തവണ ചേച്ചി അളിയനെ ഫോൺ വിളിച്ചിട്ട് പൂ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ചേച്ചി എന്ത് വാങ്ങാനിത്? ലച്ചു, എഴുതി ചേച്ചി, എഴുത്, നന്നായിട്ട് എഴുത്, കത്തി ക്യാരറ്റ്. ചേച്ചി, വാക്കുകളൊക്കെ ഇങ്ങനെ ഒഴുകണം. അനർഗളം നിർഗളമായിട്ട് വേണം വാക്കുകൾ വരാനായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന്. ചേച്ചിയുടെ പ്രണയത്തെ ഈ ലോകം കാണണം, തിരിച്ചറിയണം, അംഗീകരിക്കണം. എന്താ എന്താ ഇവിടെ? ഒരു പ്രണയലേഖനം. ലച്ചു, ലച്ചു ചേച്ചി അളിയൻ എഴുതുന്ന പ്രണയലേഖനം. ലച്ചു, ഞാൻ നിന്നോട് എന്തോ പറഞ്ഞിട്ടുള്ളേ? എന്താ പറഞ്ഞമ്മ? അത് ലച്ചുവിനറിയാം. എന്നാലും നമ്മളും കൂടെ ഒന്ന് അറിയട്ടെ. ലച്ചു, നീ അകത്ത് പോകാൻ നോക്ക്. അപ്പോ പ്രണയലേഖനം ഏത് സമയം ഈ വീട്ടിലുള്ളവർക്ക് പ്രേമം പ്രേമം എന്നൊരു വിചാരം മാത്രമേ ഉള്ളൂ. ഈ വീട്ടിൽ പ്രേമം പാടില്ല. എന്റെ പ്രിയപ്പെട്ട കുട്ടേട്ടനെ കാണാതെ ഞാൻ ഇവിടെ എന്തോരം വിഷമിച്ചിരിക്കുകയാണ് എന്നറിയുമോ? ഇവിടെ ജാനകി തിയേറ്ററിൽ നസീർ സാറിന്റെയും ഷീലയുടെയും പുതിയ സിനിമ വന്നിട്ടുണ്ട്. കുട്ടേട്ടൻ വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. ഇന്നലെ അമ്മ എന്നോട് പറഞ്ഞു, കല്യാണം കഴിഞ്ഞ് 10-15 വർഷമായില്ലേ, നീ ഇപ്പോഴും എന്തിനാണ് കുട്ടന്റെ വാലിൽ തൂങ്ങി നടക്കുന്നത്? നാട്ടുകാർ കണ്ടാൽ കളിയാക്കൂലേ എന്ന്. പക്ഷേ അതിനെനിക്കൊരു കുഴപ്പവുമില്ല. നമ്മൾ പ്രണയിക്കുന്നതിൽ നാട്ടുകാർക്ക് എന്താ 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 തീർന്നിട്ടില്ല എന്ന് കുട്ടേട്ടന്റെ സ്വന്തം ഭവു ഒപ്പ്. ബബു? ഏതാ ഈ ബബു? വേറെ ആരാ? പടവലം വീട്ടിൽ കുട്ടമ്പള്ളിയുടെ പ്രിയതമ ചൊന്നർത്തല ഭവാനിയമ്മ. പെറ്റ് നെയിം ഭവു. നിങ്ങൾക്കിത് എവിടെ നിന്ന് കിട്ടി? അപ്പൂപ്പനെ പണ്ട് കോയമ്പത്തൂർ എന്തോ കൃഷി ആവശ്യത്തിന് വേണ്ടി പോയില്ലായിരുന്ന? അപ്പം എഴുതിയ കത്താ ഇല്ലയോ? അപ്പൂപ്പന്റെ കുറെ എഴുത്തും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു, അതിന്ന് ചുരണ്ടിയതാ. എന്റെ അമ്മൂമ്മ, നമ്മൾ ഈ വീട്ടില് സ്നേഹത്തിനെ പറ്റിയും പ്രണയത്തിനെ പറ്റിയൊക്കെയല്ലേ പറയുന്നേ, അല്ലാണ്ട് വെറുപ്പിനെ പറ്റിയൊന്നുമല്ലല്ലോ. സിദ്ധുവേ, എടുത്തു കൊടുക്ക ഫ്ലവേഴ്സ്. കൊടുക്കട്ടെ കുട്ടേട്ടന്റെ ഭവു? കൊടുത്തു. ഞാൻ ഈ ഒരു ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യരുത്. എവിടെ പോടെ? ഞാനത് എവിടെ വെച്ചേ?
മുട്ടുകുത്ത്. അതിന്റെ ആവശ്യമുണ്ടോ? ആ ഉണ്ട്. ഐ ലവ് I love you too.